നമസ്കാരം. കേടെറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 കാറ്റഗറി 1 സൈക്കോളജിനെ കുറിച്ചായിരിക്കും. അപ്പോൾ പെഡഗോഗി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിലത്തെ ചോദ്യങ്ങളും ഈ വർഷം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സീരീസാണിത്. അപ്പോൾ എല്ലാവരും ആദ്യ അവസാനം വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ കാണുന്നതിലൂടെ. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ഈ ചാനൽ കേടെറ്റ് സിംപ്ലിഫൈഡ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമായോജന പഠിതാവിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? സമായോജന പഠിതാവിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം. ഓപ്ഷൻ ബി, ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുത്തപ്പെടുവാനുള്ള കഴിവ്. ഓപ്ഷൻ സി, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്തുന്നതിനുമുള്ള മനോഭാവം. ഓപ്ഷൻ ഡി, തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക. ഒരു സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും ഡിയും ഒന്ന് വായിച്ചു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് അത് ഒരു നന്നായിട്ടൊരു സമായോജനമായിട്ടുള്ള പഠിതാവിൻ്റെ ലക്ഷണങ്ങളാണല്ലോ. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള കഴിവ്. അപ്പോൾ ഈ ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ എയും ബിയും ഡിയും സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങൾ ഏതാണെന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം, ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുത്തപ്പെടുവാനുള്ള കഴിവും, തൻ്റെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുകയും, ഇതൊക്കെ ഒരു സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് ചോദ്യം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഐഡിയ ഗ്രാസ്പ് ചെയ്യുന്ന മനസ്സിലായി. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. ഭാരതത്തിലെ പ്രാചീന ഗുരുകുലങ്ങളിൽ നിലനിന്നിരുന്ന പ്രധാന ബോധന രീതി ഏത്? അപ്പോൾ നമ്മളെ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായങ്ങളാണല്ലോ നിലനിന്നിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ബോധന രീതി, കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബോധന രീതിയാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ചർച്ചകൾ. ഓപ്ഷൻ ബി, പ്രസംഗങ്ങൾ. ഓപ്ഷൻ സി, കളികൾ. ഓപ്ഷൻ ഡി, സംവാദങ്ങൾ. ഗുരുകുല സമ്പ്രദായങ്ങളിൽ നിലനിന്നിരുന്നതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സംവാദങ്ങളായിരുന്നു. സംവാദങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ അറിവ് പകർന്ന് നൽകിയിരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് നീങ്ങാം. അതിന് മുന്നോടിയായിട്ട് കേടെറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? ഇവിടെ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വായനാ കാർഡുകൾ തയ്യാറാക്കുന്നത്. കാഴ്ചക്കുറവുള്ള ആൾക്ക് അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓടി വരേണ്ടതെന്ന് പറയുന്നത് കാഴ്ചക്കുറവുള്ള ആളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് അക്ഷരങ്ങളുടെ ഫോണ്ട് വലുതായിരിക്കണം. നമ്മളിപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് വലിയ വലിയ അക്ഷരങ്ങളെ പറ്റി ചാർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ അക്ഷരങ്ങളുടെ സൈസ് വലുതായിരിക്കണം. അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ ആദ്യം ഓടി വരേണ്ടത്. അതേപോലെ തന്നെ കേൾവി വൈകല്യമുള്ളവരാണെങ്കിൽ കാഴ്ചയ്ക്ക് പ്രാധാന്യമുള്ള സംഭവങ്ങളായിരിക്കണം നമ്മൾ പഠന ഉപകരണങ്ങളായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. കൂടാതെ അവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് മറ്റേ ഫോണ്ടിൻ്റെ വലിപ്പം ആവശ്യമില്ല. അവർക്ക് ചെറുതാണെങ്കിലും കാഴ്ചയ്ക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മൾ വോയിസ് കൂടുതൽ എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാഴ്ചക്കുറവുള്ള ആൾക്കാർക്ക് ഫോണ്ടും പിന്നെ സംസാരത്തിലൂടെ അവർക്ക് കൂടുതലെത്തിക്കാം. കേൾവി കുഴപ്പമുള്ളവരാണെങ്കിൽ അവർക്ക് കാഴ്ചയുള്ള ഉപകരണങ്ങളോടെ സഹായിക്കാൻ സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കണം. ഓപ്ഷൻ ബി, കാർഡുകൾ അച്ചടിച്ചു നൽകണം. ഓപ്ഷൻ സി, നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങൾ ആയിരിക്കണം. എല്ലാ കുട്ടികൾക്കും കാർഡുകൾ നൽകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല, കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി ആണ്, നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം.
വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക്, കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചായിട്ട് പ്രത്യേക ഒരു മാറ്റം അവർക്ക് തോന്നത്തില്ല. അച്ചടിച്ചു നൽകിയെന്ന് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാവണമെന്നില്ല. ഫോണ്ട് ചെറുതാണെങ്കിൽ മനസ്സിലാവില്ല. എല്ലാ കുട്ടികൾക്കും കാർഡ് നൽകിയിട്ടും കാര്യമില്ല. കാരണം വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും നൽകിയിട്ട് കാര്യമില്ല, കാഴ്ചക്കുറവുള്ളവർക്ക് പ്രത്യേകമായിട്ട്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. നല്ല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങാം. മാനസിക ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. ഒരാളുടെ മാനസിക ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് എ ആരോഗ്യമുള്ള ശരീരം, ഓപ്ഷൻ ബി അധിക സമ്പത്ത്, ഓപ്ഷൻ സി വിശപ്പില്ലായ്മ, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആരോഗ്യമുള്ള ശരീരം. അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങും. ഉച്ചാരണ വൈകല്യമുള്ള ഒരു കുട്ടിയെ പരിശീലിപ്പിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം ഏത്? ഇവിടെ ഈ കുട്ടിക്ക് പ്രശ്നം എന്ന് പറയുന്നത് വാക്കുകൾ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടീനെ പരിശീലിപ്പിക്കാൻ സ്വീകരിക്കാവുന്ന മാർഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റെക്കോർഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉച്ചാരണം കേൾപ്പിക്കുക. വാചികമായ അവതരണങ്ങളിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കുക. ഓപ്ഷൻ സി സംഘത്തിൽ ഉച്ചാരണ പരിശീലനം നൽകി ക്രമത്തിൽ വ്യക്തിഗതമായ അവസരം നൽകുക. ഓപ്ഷൻ ഡി ക്ലാസ്സിൽ ഒറ്റയ്ക്ക് നിർത്തി ടീച്ചറെ അനുകരിച്ച് ഉച്ചരിക്കുവാൻ പരിശീലനം നൽകുക. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, സംഘത്തിൽ ഉച്ചാരണ പരിശീലനം നൽകി ക്രമത്തിൽ വ്യക്തിഗതമായി അവസരം നൽകുക. കുട്ടികൾ ആദ്യം ഗ്രൂപ്പായിട്ട്, ഇതേപോലെ ഉച്ചാരണ വൈകല്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരാദ്യം ഗ്രൂപ്പാക്കിയിട്ട് സമപ്രായക്കാരുമായിട്ട് ആദ്യം സംവദിക്കുന്നു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും, ധാരണ ലഭിക്കും. അതിന് ആദ്യം ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം അവർ വ്യക്തിഗതമായിട്ട് അവർക്ക് അവസരം നൽകി കഴിഞ്ഞാൽ നമുക്ക് ആ ഉച്ചാരണത്തിലുള്ള വൈകല്യങ്ങളെ ഒഴിവാക്കി മാറ്റാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം. ക്ലാസ്സിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തലിൻ്റെ ഭാഗമായി ലഭിച്ച തിരിച്ചറിവുകൾ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏതാണ്? ക്ലാസ്സിൽ നമ്മളൊരു പഠന പ്രവർത്തനം നടത്തി അതിനെ വിലയിരുത്തി ആ വിലയിരുത്തലിൻ്റെ തിരിച്ചറിവുകൾ അടിസ്ഥാനമാക്കിയിട്ട് ടീച്ചർ എന്ത് രേഖയാണ് തയ്യാറാക്കുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സമഗ്ര ആസൂത്രണ രേഖ, ഓപ്ഷൻ ബി പോർട്ട്ഫോളിയോ, ഓപ്ഷൻ സി പ്രതിഫലനക്കുറിപ്പ്, ഓപ്ഷൻ ഡി ഭാഷാ പഠന രേഖ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രതിഫലനക്കുറിപ്പ്. ക്ലാസ്സിലൊരു പഠിപ്പിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇത് സാധാരണ എഴുതുന്ന ടീച്ചർ. അടുത്ത ചോദ്യം. NCF 2005 നിർദ്ദേശിച്ച ബോധന ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത്? NCF 2005 നിർദ്ദേശിച്ച ബോധനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിമർശനാത്മക ബോധനം, ഓപ്ഷൻ ബി വൈരുദ്ധ്യാത്മക ബോധനം, ഓപ്ഷൻ സി മനഃശാസ്ത്ര ബോധനം, ഓപ്ഷൻ ഡി നിരന്തര ബോധനം. അപ്പോൾ NCF 2005 നിർദ്ദേശിച്ച ബോധനശാസ്ത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വിമർശനാത്മക ബോധനം. ബാക്കിയൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് നൽകാനും മറക്കാൻ പാടില്ല. നമ്മളുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ രണ്ടും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് ആവശ്യമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് നമുക്കിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിർത്തുകയാണ്. താങ്ക് യു.